പള്ളിയിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച ദില്ലി പോലീസ് നടപടി പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സെന്റ് മേരീസ് ചർച്ചിൽ നിന്ന് സേക്രഡ് ഹെഡ് പള്ളിയിലേക്ക് നടത്തേണ്ട പ്രദക്ഷിണത്തിനാണ് അനുമതി നിഷേധിക്കപ്പെട്ടത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെയും മതനിരപേക്ഷ മൂല്യങ്ങളുടെയും ലംഘനമാണിതെന്നും ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസങ്ങൾ ഹനിക്കുന്ന ഇത്തരം നടപടികൾ ബഹുസ്വര സമൂഹത്തിന് ചേർന്നതല്ലെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. അതേസമയം സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അനുമതി തടഞ്ഞതെന്നായിരുന്നു വിശദീകരണം. സർക്കാർ മുൻ അഭിഭാഷകൻ PG മനുവിനെ കൊല്ലത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 2018 നടന്ന പീഡന കേസിൽ ഇരയായ യുവതി പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമോപദേശത്തിനായി അഭിഭാഷകനായ മനുവിനെ സമീപിക്കുന്നത്. നിയമസഹായം തേടിയെത്തിയ യുവതിയെ കടവന്ത്ര ഓഫീസിലും യുവതിയുടെ വീട്ടിൽ വെച്ചും പീഡിപ്പിച്ചെന്നായിരുന്നു കേസ്. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ മനു യുവതിയുടെ വീട്ടിലെത്തി മാപ്പ് പറയുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു. ഈ വീഡിയോ പുറത്തു വന്നതിന്റെ മാനസിക സംഘർഷമാണോ മനുവിന്റെ ആത്മഹത്യക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ സംശയം. നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കെയിൻ കേസിൽ പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ് വിചാരണ കോടതി. ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ കൊക്കെയിൻ ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചില്ലെന്ന് കോടതി വിലയിരുത്തി. പിടിച്ചെടുത്ത കൊക്കെയിന്റെ ഘടകങ്ങൾ വേർതിരിച്ചുള്ള പരിശോധന നടന്നിട്ടില്ല. 1-ാം പ്രതിയായ മോഡലിന്റെ ദേഹപരിശോധന നടത്തുമ്പോൾ വനിതാ ഗസറ്റഡ് ഓഫീസർ ഒപ്പമുണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് വിധിപ്പകർപ്പിലുള്ളത്. നടപടിക്രമങ്ങൾ പാലിച്ച് അന്വേഷണം പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്നാണ് കോടതിയുടെ വിമർശനം. കോഴിക്കോട് 15-കാരിയെ സമപ്രായക്കാരായ 2 സുഹൃത്തുക്കൾ ചേർന്ന് പീഡിപ്പിച്ചെന്ന് പരാതി. അയൽവാസിയും സുഹൃത്തുമായ ഒപ്പമുണ്ടായിരുന്ന 11 വയസ്സുകാരൻ പീഡന ദൃശ്യങ്ങൾ പകർത്തിയെന്നും പരാതിയിൽ പറയുന്നു. സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിനിടെയാണ് കുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയത്. ഒരാഴ്ച മുൻപാണ് പീഡനം നടന്നതെന്നും പെൺകുട്ടി പറഞ്ഞു. തൃശൂർ എയ്യാലിൽ വീട് കുത്തിത്തുറന്ന് 35 പവൻ മോഷ്ടിച്ചു. അംജദിന്റെ വീട്ടിലെ ആളില്ലാത്തിരുന്ന സമയത്തായിരുന്നു മോഷണം നടന്നത്. പാലക്കാട് കഞ്ചിക്കോട് സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരനായ അംജദ് ജോലി സ്ഥലത്താണ് താമസം. വീട്ടിൽ താമസിക്കുന്ന അമ്മയും ഭാര്യയും തിങ്കളാഴ്ച ബന്ധുവീട്ടിൽ പോയിരുന്നു. ഇന്നലെ രാത്രി അംജദ് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കോട്ടയം തിരുവഞ്ചൂർ ജുവനൈൽ ഹോമിൽ പ്രായപൂർത്തിയാകാത്ത അന്തേവാസിക്ക് പീഡനം. ജുവനൈൽ ഹോം അന്തേവാസിയായ 16-കാരനാണ് പീഡനത്തിന് ഇരയായത്. സമപ്രായക്കാരായ 3 പേരാണ് കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത്. പ്രതികളെ ഇന്ന് ജുവനൈൽ ജസ്റ്റിസ് കോടതിയിൽ ഹാജരാക്കും. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കൊൽക്കത്ത മുർഷിദാബാദിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ 150 പേർ അറസ്റ്റിൽ. സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇതുവരെ 3 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സാംസർഗഞ്ച്, ധൂലിയാൻ, മുർഷിദാബാദ് എന്നിവിടങ്ങളിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. നിലവിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നരേന്ദ്രമോദിയെ വധിക്കാൻ നടന്ന നീക്കത്തിൽ മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയുടെ പങ്ക് അന്വേഷിക്കാൻ NIA. നരേന്ദ്രമോദിയെ വധിക്കാൻ ശ്രമം നടത്തിയെന്ന ആരോപണം നേരിട്ട ഇസ്രത് ജഹാൻ ലഷ്കർ തോയ്ബ സംഘത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് തഹാവൂർ റാണയുടെ ബാല്യകാല സുഹൃത്തും പാക് US ഭീകരനുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അന്വേഷണ ഏജൻസികളോട് പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളടക്കം തഹാവൂർ റാണയോട് വിശദമായി ചോദിച്ചറിയാനാണ് NIAയുടെ നീക്കം. യുക്രൈനിൽ റഷ്യയുടെ മിസൈൽ ആക്രമണം, 21 പേർ കൊല്ലപ്പെട്ടു. 7 കുട്ടികളടക്കം 83 പേർക്ക് പരിക്കേറ്റു. ഓശാന ദിനത്തിൽ പള്ളിയിൽ പോകുന്നതിനിടെ രാവിലെ 10:15 മിസൈൽ ആക്രമണം ഉണ്ടായത്. നഗരമധ്യത്തിൽ 2 മിസൈലുകളാണ് പതിച്ചത്. ആക്രമണത്തിൽ കീവിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഗോഡൌണിലും മിസൈൽ ആക്രമണം ഉണ്ടായി. ഇന്ത്യൻ വ്യവസായി രാജീവ് ഗുപ്തയുടെ ഉടമസ്ഥതയിലുള്ള ഫാർമസിയാണ് ആക്രമണത്തിൽ പൂർണ്ണമായി കത്തിനശിച്ചത്. 30 ദിവസത്തിൽ അധികം US-ൽ താമസിക്കുന്ന വിദേശ പൗരന്മാർ സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ട്രംപ് ഭരണകൂടം. വീഴ്ച വരുത്തിയാൽ പിഴയും തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടി വരുമെന്നും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ മുന്നറിയിപ്പ്. H1B വിസ, സ്റ്റുഡൻസ് പെർമിറ്റ് തുടങ്ങിയ കൃത്യമായ രേഖകളോടെ US-ൽ കഴിയുന്നവരെ പുതിയ നിർദ്ദേശം ബാധിക്കില്ല. എന്നാൽ H1B വിസയിൽ എത്തി ജോലി നഷ്ടമായിട്ടും കൃത്യമായ കാലയളവിനുള്ളിൽ രാജ്യം വിടാത്തവർ നടപടി നേരിടേണ്ടി വരും.